വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് തിരുവനന്തപുരം അമ്പൂരിയിൽ നിന്ന് വരികയാണ്. രക്ഷപ്പെട്ട പുലിയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിരിക്കുന്നു. ടാപ്പിംഗ് തൊഴിലാളി സുരേഷിനാണ് പരിക്കേറ്റത്. പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം പതിവെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. വള്ളിയിൽ കുടുങ്ങിയ പുലിയെ രക്ഷപ്പെട്ട പുലിയെയാണ് ഇപ്പോൾ വീണ്ടും കണ്ടെത്തിയിരിക്കുന്നത്. മയക്കുവെടി വയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. വിനീഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനീഷ്, വളരെയധികം ആശങ്ക ജനിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കാരണം ഒരു ടാപ്പിംഗ് തൊഴിലാളിക്ക് പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. മാത്രവുമല്ല, നിലവിൽ എന്താണ് അവസ്ഥ? രണ്ടാം ഡോസ് മയക്കുവെടി വെക്കണമെന്നാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ അറിയിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും നാട്ടുകാരൊക്കെ വലിയ പരിഭ്രാന്തിയിലാണ്. ഈ പുലിയെ പിടികൂടി ഇവിടെ നിന്ന് മാറ്റും വരെ വലിയ പരിഭ്രാന്തിയിൽ തന്നെയായിരിക്കും നാട്ടുകാർ. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി കടക്കാം. നിരവധി ഉന്നത ഉദ്യോഗസ്ഥർ, ഫോറസ്റ്റിന്റെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി നേരിട്ടെത്തിയാണ് ഇപ്പോൾ പുലിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അല്പസമയം മുമ്പ് RR ടീം പുലിയുടെ സമീപത്തേക്ക് പോയി. നമ്മൾ ആദ്യഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് പുലി സമീപത്തേക്ക് RR ടീം പോയ സമയത്ത് പുലി അവിടെ നിന്നും രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. വീണ്ടും പുലിയെ പിന്തുടർന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ RR ടീം എത്തി. അവിടെ വെച്ച് പുലിയെ ഇപ്പോൾ വെടിവെച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യ മയക്കുവെടി പുലിക്ക് ഏറ്റിരിക്കുന്നു. ഇനി ഈ പുലി വലിയ പുലി ആയതുകൊണ്ട് തന്നെ സമീപത്ത് ഇപ്പോഴാണ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി പുലിയെ കാണാൻ സാധിച്ചത്. രണ്ടാം ഘട്ട വെടിവയ്പ്പിലേക്ക് മയക്കുവെടി വെക്കാനുള്ള തീരുമാനത്തിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കും. അത് ഡോക്ടറുടെ ഒരു നിരീക്ഷണത്തിനെ തുടർന്നായിരിക്കും ഇനി രണ്ടാം ഘട്ട വെടിവയ്പ്പിലേക്ക് മയക്കുവെടി വെക്കുന്ന തരത്തിലേക്ക് നീങ്ങുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുലി ആദ്യഘട്ടത്തിൽ മരുന്ന് നിറച്ചത് അത് ഈ പുലിയുടെ ഭാരം അനുസരിച്ചാണ് ആ മരുന്നിന്റെ വ്യാപ്തി കൂട്ടുന്നത്, മരുന്നിന്റെ തോത് കൂട്ടുന്നത്. പക്ഷേ ആദ്യം വെച്ച വെടിയിൽ പുലിയുടെ വലിയ രീതിയിലുള്ള പുലിയുടെ ഭാരം മനസ്സിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും മയക്കുവെടി വെച്ചേക്കുമെന്ന സൂചനകൾ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ മയക്കുവെടി പുലിക്ക് ഏറ്റിരിക്കുന്നു. ഇനി പുലിക്ക് അധികമായി മുന്നോട്ട് നീങ്ങാൻ സാധിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൂർണ്ണമായും പുലി മയക്കത്തിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിലായിരിക്കും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പുലിയെ വല കൊണ്ട് പിടിക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കുക എന്നതാണ്. വൈൽഡ് ലൈഫ് വാർഡന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പുലിയെ പിടികൂടാനുള്ള ശ്രമം നടക്കുന്നത്. ഡോക്ടർമാരുടെ വിദഗ്ധ സംഘമുണ്ട്. അവരെല്ലാവരും ഒരുമിച്ചാണ് ഇപ്പോൾ RR ടീം ഉൾപ്പെടെയുള്ള സംഘം ഒരുമിച്ചാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നമുക്കറിയാം, നേരത്തെ ഈ അമ്പൂരി മേഖലയിൽ പല ഘട്ടങ്ങളിലായി ഇത്തരത്തിൽ ഈ പരിസര പ്രദേശത്തെ വനവാസി മേഖലയാണ്. ഈ വനവാസി മേഖലയിൽ താമസിക്കുന്ന വനവാസികളുടെ വീടുകളിൽ അവർ ആ വനവാസികളുടെ വീടുകളിലുള്ള വളർത്തു മൃഗങ്ങളെ പിടികൂടുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ ഒരു നായയെ പിടികൂടുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സമയം മുതൽ തന്നെ ഇവർ വലിയ പരിഭ്രാന്തിയിലായിരുന്നു. അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു തിരച്ചിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്ത് നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ റബ്ബർ തൊഴിലാളികൾ റബ്ബർ വെട്ടാൻ എത്തുന്ന സമയത്താണ് പുലിയെ നേരിട്ട് കാണുന്നതും. പുലി ഒരു റബ്ബർ തൊഴിലാളിയുടെ സമീപത്തേക്ക് ചാടിയെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നീങ്ങുന്ന സമയത്ത് ഒരു മലമുകളിൽ നിന്ന് അദ്ദേഹം താഴേക്ക് വിടുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹത്തെ സുരേഷ് എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നീങ്ങുന്ന സമയത്ത് ഒരു മലമുകളിൽ നിന്ന് അദ്ദേഹം താഴേക്ക് വിടുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹത്തെ സുരേഷ് എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമാണ് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇപ്പോഴും RR ടീമും ഒപ്പം തന്നെ വൈൽഡ് ലൈഫ് വാർഡന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഇപ്പോൾ പുലിയെ പിടികൂടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ആദ്യഘട്ടത്തിലുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ രണ്ടാം ഘട്ടത്തിൽ പുലിയുടെ സമീപത്തേക്ക് എത്തി പുലിയെ വെടിവെക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വാർത്ത ആദ്യം മുതൽ തന്നെ ജനം TV കൃത്യമായി പ്രേക്ഷകർ മുന്നിൽ കൃത്യമായി എത്തിക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും തത്സമയ ദൃശ്യങ്ങൾ, ഏറ്റവും എക്സ്ക്ലൂസീവായ ദൃശ്യങ്ങളാണ് ജനം TV ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ RR ടീമിൻ്റെ ഇനി അല്പസമയത്തിനകം തന്നെ രണ്ടാം ഘട്ട മയക്കുവെടി വയ്പ്പിലേക്ക് ഒരു പക്ഷേ കടന്നേക്കുമെന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ വീണ്ടും കൂടുതൽ ഉദ്യോഗസ്ഥർ ആ പുലിയുടെ സമീപത്തേക്ക് പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി രണ്ടാം ഘട്ട മയക്കുവെടി വയ്ക്കണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കാരണം ഈ പുലി ആദ്യഘട്ടത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കരുതിയിരുന്നത് ചെറിയ പുലിയായിരിക്കാം എന്നായിരുന്നു കരുതുന്നത്. പക്ഷേ അവർ പ്രതീക്ഷിച്ചതിൽ നിന്നും വലിയ ഭാരമുള്ള വലിയ പുലിയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും മയക്കുവെടി വയ്ക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? ആ ഭാരത്തിനനുസരിച്ചാണ് ഈ മയക്കുവെടി വയ്ക്കേണ്ടത്, മരുന്ന് നിറയ്ക്കേണ്ടത് അനുസരിച്ച് വയ്ക്കേണ്ടതുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ഡോക്ടർമാരുടെ സംഘം, വിദഗ്ധ ഡോക്ടർമാരുടെ സംഘവും പരിശോധന നടത്തുന്നു എന്ന് തന്നെയാണ്
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നതിനപ്പുറം ഈ സമീപത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നു. ഈ പുലിയുടെ സമീപത്തേക്കായി ഉദ്യോഗസ്ഥർ ഈ വലയും കൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും പുലിയെ കീഴടക്കാൻ ഈ വനപാലകർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി പുലിയെ വലയിൽ കുരുക്കി ഇവിടെ നിന്ന് പുലിയെ താഴെ റോഡിലേക്ക് അല്ലെങ്കിൽ ആ വാഹനത്തിലേക്ക് എത്തിക്കുക എന്നത് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം വലിയ കുന്നും മലയും നിറഞ്ഞ ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് നിന്ന് ഇനി പുലിയെ ഈ വലയിലേക്ക് മാറ്റി നീക്കുക എന്നത് ഒരു സാഹസികമായ ഒരു ദൗത്യം തന്നെ എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായിരുന്നാലും ഉദ്യോഗസ്ഥരുടെ ശ്രമം അത് ഫലം കണ്ടിരിക്കുന്നു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ